Good morning, students. In the last class, we discussed about the web standards and audience requirements. Today, we discuss about HTML documents. HTML means Hypertext Markup Language, and it is used for writing web pages. Hypertext refers to the way in which web pages or HTML documents are linked together. Thus, the link available on a web page is called hypertext. HTML language means hypertext markup language, and it is used for the language to write web pages. വെബ് പേജസ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജസ് നമ്മൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന പേജസ് ആണ് വെബ് പേജസ്. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ HTML ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഈ വെബ് പേജസിൽ കാണുന്ന ലിങ്ക്സിന് റെഫർ ചെയ്യുന്ന നെയിമാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ യൂസിങ് HTML ലാംഗ്വേജ് ഓർ PHP ഓർ ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. HTML is not a programming language. It does not require any specific system configuration. That is, HTML is completely system independent. HTML എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. അതിന് സ്പെസിഫിക് സിസ്റ്റം കോൺഫിഗറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. HTML എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സിസ്റ്റം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. HTML വെച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനി കോൺഫിഗറേഷൻസോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഒന്നും നമ്മുടെ സിസ്റ്റത്തിന് ആവശ്യമില്ല. ഓക്കെ. പബ്ലിഷ് ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് വിത്ത് ഹെഡിങ്സ്, ടെക്സ്റ്റ്, ടേബിൾസ്, ലിസ്റ്റ്, ഫോട്ടോസ് എക്സെട്ര. നമുക്ക് HTML ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് പബ്ലിഷ് ചെയ്യാം. വിത്ത് ഹെഡിങ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ടെക്സ്റ്റ്, ടേബിൾസ്, ലിസ്റ്റ്, ഫോട്ടോസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് പബ്ലിഷ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് യൂസാണ് HTMLൻ്റെ റിട്രീവ് ഓൺലൈൻ ഇൻഫർമേഷൻ വയ ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് അറ്റ് ദ ക്ലിക്ക് ഓഫ് എ ബട്ടൺ. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൈപ്പർ ലിങ്ക് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഓൺലൈൻ സൈറ്റിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക്സ് സെറ്റ് ചെയ്യാനായിട്ട് HTML ലാംഗ്വേജ് യൂസ് ചെയ്യാം. Then next one, design forms for conducting transactions with remote service for use in searching for information, making reservations, ordering products, etc. നമുക്ക് ഫോംസുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ ഫോംസ്, രജിസ്ട്രേഷൻ ഫോംസ്, ആ ലൈക്ക് ഫോംസ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസിങ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. Then next one, include spreadsheet, video clips, sound clips and other applications directly in their documents. നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ആപ്ലിക്കേഷൻസ് ലൈക്ക് സ്പ്രെഡ്ഷീറ്റ്, വീഡിയോ ക്ലിപ്സ്, സൗണ്ട് ക്ലിപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസിങ് HTML ലാംഗ്വേജ് വി ക്യാൻ ഈസിലി ഇൻക്ലൂഡ് video clips and sound clips and other applications in our documents. The next one, HTML is a markup language, which means we use HTML to specify or simply mark up a text document with tags that tell a web browser how to structure it to display. നമ്മൾ HTML പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് HTML ടാഗ്സ് ആണ്. HTML ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്നത്. അപ്പം ഒരു ഡിസ്പ്ലേ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് പറയുന്നത് വെബ് ബ്രൗസറിന് നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിന് പറയുന്നതാണ് മാർക്കപ്പ് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് ടാഗ്സുകൾ യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ്സുകൾ HTML അവൈലബിൾ ആണ്. ഈ ഡിഫറെൻറ്റ് ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HTML പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുക. HTML is being widely used to format web pages with the help of different tags available in HTML language. HTML എന്ന് പറയുന്നത് വെബ് പേജ് യൂസ് ചെയ്യുന്ന ഒരു വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് HTML ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഒരു ബേസിക് HTML ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത്. എവരി HTML ഡോക്യുമെൻറ്റ് ഫോളോസ് ദി ബേസിക് സ്ട്രക്ചർ. ഒരു ബേസിക് സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടാണ് ഒരു HTML പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്.
Here the document HTML document follows the basic structure shows. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഡോക് ടൈപ്പ് HTML. ഡോക് ടൈപ്പ് മീൻസ് ഡോക്യുമെൻറ്റ് ടൈപ്പ്. ദിസ് ഈസ് ദ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML. ഇതൊരു HTML ഡോക്യുമെൻ്റ് ആണെന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുന്ന എവരി പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ് ഡോക് ടൈപ്പ് HTML. ദെൻ നെക്സ്റ്റ് ലൈൻ HTML എന്നുള്ള ടാഗ് കാണുമ്പോൾ ഇതൊരു HTML ഡോക്യുമെൻ്റ് ആണ്. ഹിയർ HTML program is started. Then next we have to write the head tag. Head tag means the purpose of head tag is to insert the title of a page. നമുക്കൊരു പേജ് ഡിസൈൻ ചെയ്യുമ്പം അതിനൊരു ടൈറ്റിൽ നമ്മൾ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ടാഗിനകത്ത് ടൈറ്റിൽ എന്നുള്ളൊരു സബ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈറ്റിൽ ഒരു പേജിന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഹെഡ് ടാഗ് നമ്മൾ എഴുതി അതിനകത്ത് ഒരു ടൈറ്റിൽ എന്നുള്ള ടാഗ് കൊടുത്തിട്ട് അതിനകത്ത് പേജ് ടൈറ്റിൽ മീൻസ് ടൈറ്റിൽ ഓഫ് ദ പേജ്. നമ്മൾ ആ പേജിന് എന്ത് ടൈറ്റിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിലായിരിക്കണം അവിടെ റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആ ഹെഡ് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു സ്ലാഷ് സിമ്പലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവരി ടാഗ് നമ്മൾ ഈ പറയുന്ന എല്ലാ ടാഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഓപ്പൺ ചെയ്യുന്ന എല്ലാ ടാഗ്സും ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ ഹെഡ് ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഹെഡ് ടാഗിനകത്തൊരു ടൈറ്റിൽ കൊടുത്ത് പേജ് ഓഫ് ദ ടൈറ്റിൽ അവിടെ റൈറ്റ് ചെയ്തു. ദെൻ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുന്നതിനാണ് സ്ലാഷ് ടൈറ്റിൽ. ആ ടാഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറുതെ സിംപ്ലി ടൈറ്റിൽ ആൻഡ് ദെൻ ഇഫ് വി വാണ്ട് ടു ക്ലോസ് ദാറ്റ് ടാഗ് ജസ്റ്റ് റൈറ്റ് സ്ലാഷ് ടൈറ്റിൽ ഓർ സ്ലാഷ് ഹെഡ്. അങ്ങനെയാണ് നമ്മൾ ആ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഹിയർ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ ടൈറ്റിൽ ഓഫ് ദ പേജ് വി ഹാവ് ടു റൈറ്റ് ഹിയർ. ദെൻ ക്ലോസ് ദ ടൈറ്റിൽ ടാഗ്. Then after closing the title tag we have to close the head tag. So here we have to close that tag using slash head. അപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പേജ് ടൈറ്റിൽ മാത്രമാണ് അവിടെ ഷോ ചെയ്തിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിൽ കണ്ടൻറ് ഓഫ് ദ പേജ്, നമുക്ക് പേജിൻ്റെ കണ്ടൻസിൽ എന്താണെന്നുള്ളത് എഴുതി കൊടുക്കണം. അപ്പോൾ ആ കണ്ടൻറ് ഓഫ് ദ പേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ബോഡി ടാഗ്. In the body of the tag we have to use our content. We have to write our content. അപ്പോൾ ബോഡി ടാഗ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ഹെഡിങ് മൈ ഫസ്റ്റ് ഹെഡിങ് അങ്ങനെയുള്ള ഒരു ലൈനാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. മൈ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹെഡിങ് ടാഗിനകത്ത് ഹെഡിങ് ടാഗ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് H1 എന്നുള്ള ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത്. H1 എന്നുള്ള ടാഗിൽ മൈ ഫസ്റ്റ് ഹെഡിങ്, ദെൻ ക്ലോസ് ദ ഹെഡിങ് സ്ലാഷ് H1. ദെൻ അതിനകത്ത് ഇൻസൈഡ് ദാറ്റ് ഹെഡിങ് വി ഹാവ് ടു റൈറ്റ് അവർ പാരഗ്രാഫ്. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് എഴുതാണ്. പാരഗ്രാഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പി എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുക. ദ പി ടാഗ് ഈസ് യൂസ്ഡ് ഫോർ പാരഗ്രാഫ്. സോ വി ഹാവ് ടു റൈറ്റ് ഹിയർ പി ടാഗ്, ദെൻ റൈറ്റ് അവർ പാരഗ്രാഫ്. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പാരഗ്രാഫ് സെൻറ്റൻസ് വി ഹാവ് ടു ക്ലോസ് അവർ പി ടാഗ്. അപ്പോൾ പി ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ റൈറ്റ് അവർ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ റൈറ്റ് ചെയ്തു. ദെൻ ക്ലോസ് ദ പി ടാഗ്. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് ടാഗിന് സ്ലാഷ് എന്നുള്ള ടാഗ് സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് HTML ടാഗ്സ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. ആഫ്റ്റർ ക്ലോസിങ് ദ ബോഡി ടാഗ് അവർ HTML ടാഗ് ഈസ് ക്ലോസ്ഡ് വിത്ത് /HTML യൂസ് ചെയ്തിട്ട് HTML ടാഗ് ക്ലോസ് ചെയ്തു. ഹിയർ ദ ബേസിക് HTML ഡോക്യുമെൻറ്റ് സ്ട്രക്ചർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഡോക് ടൈപ്പ് HTML എന്നുള്ളതായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു ഡോക്യുമെൻറ്റ് ടൈപ്പാണ് എന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്റ്റാർട്ട് വിത്ത് അവർ പ്രോഗ്രാം HTML എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ടാണ് എവരി HTML പ്രോഗ്രാം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് HTML ടാഗ്. ദെൻ HTML ടാഗിന് ആഫ്റ്റർ HTML ടാഗ് വി ഹാവ് ടു റൈറ്റ് അവർ ടൈറ്റിൽ. നമുക്ക് ടൈറ്റിൽ എഴുതണം. ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെഡ് ടാഗിനകത്താണ് ടൈറ്റിൽ കൊടുക്കുക. സോ വി ഹാവ് ടു റൈറ്റ് ഹിയർ ഹെഡ് ടാഗ് ആൻഡ് ഇൻസൈഡ് ദ ഹെഡ് ടാഗ് വി ഹാവ് ടു create our title tag, then write the page title means title of the page. നമ്മളിപ്പം ഒരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പേജ് ടൈറ്റിൽ എന്ന് എഴുതിയത് അതുകൊണ്ടാണ്. നമ്മൾ ഇതിൻ്റെ സിൻടാക്സ് ആണിത്. നമുക്ക് സിംപ്ലി എക്സാമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ ടൈറ്റിൽ ഓഫ് ദ പേജ്, ഇപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ടൈറ്റിൽ കൊടുക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം.
അപ്പോൾ ആ ടൈറ്റിൽ ഓഫ് ദ പേജാണ് നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ദെൻ ക്ലോസിങ് ദ ടൈറ്റിൽ tag, and after closing the title tag we have to close the head tag, then open with the body tag, and we have to write here with our content of the body. Okay, then h1 tag is used for heading tag. ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ് h1 tag യൂസ് ചെയ്യുന്നത്. h1 എന്നുള്ള ഹെഡിങ്ങിനകത്ത് ഫസ്റ്റ് ഹെഡിങ്, മൈ ഫസ്റ്റ് ഹെഡിങ് അവിടെ കൊടുത്തു. നെക്സ്റ്റ് h1 tag ക്ലോസ് ചെയ്തു. ദെൻ അതിനകത്ത് ഇൻസൈഡ് ദ h1 tag we have to use our കണ്ടൻറ്റ്, വി ഹാവ് ടു ഡിസ്പ്ലേ അവർ കണ്ടൻറ്റ്. അപ്പോൾ കണ്ടൻറ്റ് ഒരു പാരഗ്രാഫായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പി എന്നുള്ള ടാഗാണ് പാരഗ്രാഫിന് വേണ്ടി യൂസ് ചെയ്യുക. റൈറ്റ് പി ടാഗ്, ദെൻ മൈ ഫസ്റ്റ് പാരഗ്രാഫ്, അവിടെ പാരഗ്രാഫ് ടൈപ്പ് ചെയ്തു. ആഫ്റ്റർ ടൈപ്പിംഗ് ദ പാരഗ്രാഫ് വി ഹാവ് ടു ക്ലോസ് അവർ പി ടാഗ് വിത്ത് സ്ലാഷ് പി ടാഗ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ക്ലോസ് ദ ബോഡി ടാഗ് ആൻഡ് HTML ടാഗ്. ഓക്കെ, നെക്സ്റ്റ് ദ സ്ട്രക്ചറാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓരോ ഡോക് ടൈപ്പ് HTML അതിൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദിസ് ഡോക്യുമെൻറ്റ് ടു ബി HTML. ഇതൊരു HTML ഡോക്യുമെൻ്റ് ആണെന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിഫൈൻ ചെയ്തതാണ് ഡോക് ടൈപ്പ് HTML. ആൻഡ് നെക്സ്റ്റ് ദ HTML ഈസ് ദ എലമെൻറ്റ് ഈസ് ദ റൂട്ട് എലമെൻറ്റ് ഓഫ് എൻ HTML പേജ്. നെക്സ്റ്റ് ഹെഡിങ് ടാഗ്. ഹെഡ് ടാഗ് മീൻസ് ദ എലമെൻറ്റ് കണ്ടെയ്ൻസ് മെറ്റാ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെൻറ്റ്. മെറ്റാ ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റിന് കൊടുക്കുന്ന എന്തെങ്കിലും മെറ്റാ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാനാണ് ഹെഡ് എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്, ഹെഡ് ടാഗ് യൂസ് ചെയ്യുക. ദെൻ ടൈറ്റിൽ ടാഗ് എലമെൻറ്റ് സ്പെസിഫൈ ദ ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻറ്റ്. ആൻഡ് ബോഡി ടാഗ്, ദിസ് എലമെൻറ്റ് കണ്ടെയ്ൻസ് ദ വിസിബിൾ പേജ് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി ടാഗ് യൂസ് ചെയ്യുക. ദെൻ h1 ടാഗ്, h1 എലമെൻറ്റ് ഡിഫൈൻസ് എ ലാർജ് ഹെഡിങ്. h1, h2, h3 അങ്ങനെ h6 വരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡിങ് സ്റ്റൈൽസ് ആർ യൂസ്ഡ് ഇൻ HTML. ഹിയർ വി ആർ യൂസിങ് h1 ടാഗ്. h1 ആയിരിക്കും ഏറ്റവും ലാർജ് ഹെഡിങ് സൈസ് ഉള്ളത്. നെക്സ്റ്റ് h2 ഉണ്ട്, h3 ഉണ്ട്, ആൻഡ് സോ ഓൺ അപ് ടു h6 വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സൈസ് അതനുസരിച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ h1 എന്ന് പറയുന്നതായിരിക്കും ഒരു ലാർജ് ഹെഡിങ് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ p ടാഗ് ഈസ് ദ എലമെൻറ്റ് ഡിഫൈൻസ് എ പാരഗ്രാഫ്. പി ടാഗ് എന്ന് പറയുന്ന റൈറ്റിംഗ് പാരഗ്രാഫ്സ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ടാഗിനകത്താണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ HTML ടാഗ്സ്. നമ്മൾ സിമ്പിളായിട്ടൊരു സ്ട്രക്ചറാണ് HTML ഡോക്യുമെൻറ്റിൻ്റെ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ടാഗ്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. HTML ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ് ആൻഡ് മേക്സ് യൂസ് ഓഫ് വേരിയസ് ടാഗ്സ് ടു ഫോർമാറ്റ് ദ കണ്ടൻറ്റ്. HTML എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. വേരിയസ് ടാഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റിനെ ഫോർമാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. ദീസ് ടാഗ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ആംഗിൾ ബ്രേസ് ടാഗ് നെയിം. നമ്മൾ ഇതിന് പറയുന്നത് ഈ ടാഗ്സ് HTML യൂസ് ചെയ്യുന്ന ഹെഡ്, ടൈറ്റിൽ, ബോഡി ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ്സ് എന്ന് പറയാം. അപ്പോൾ ടാഗ്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ടാഗ്, HTML ടാഗ്, ബോഡി ടാഗ്, പി ടാഗ് ഫോർ പാരഗ്രാഫിംഗ്, അതുപോലെ h1, h2, h3 ആൻഡ് h6 വരെയുള്ള ടാഗ്സുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ്സ് അവൈലബിൾ ആണ്. ഈ ടാഗ്സ് എല്ലാം നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവണം അത് ടാഗ് നെയിം വെച്ചിട്ട്. അപ്പോൾ അതിന് നമ്മൾ ആംഗിൾ ബ്രേസ് ആണ്, ആ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിന് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ആംഗിൾ ബ്രേസ് എന്നാണ്. ആംഗിൾ ബ്രേസ് വെച്ചിട്ട് ടാഗ് നെയിം എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, then next one, HTML tags are element names surrounded by angle bracket. Except few tags, most of the tags have their corresponding closing tags. അപ്പം ഏതൊക്കെ ടാഗ്സുകൾ നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് വെച്ചിട്ട് യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ ദയർ കറസ്പോണ്ടിങ് ക്ലോസിങ് ടാഗ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. എക്സെപ്റ്റ് ഫ്യൂ ടാഗ്സ്, നമുക്ക് ചില ടാഗ്സിന് ക്ലോസിങ് ടാഗ്സ് യൂസ് ചെയ്തില്ലെങ്കിലും അവിടെ എറേഴ്സ് ഒന്നും കാണിക്കില്ല. അല്ലാത്ത കേസിൽ മോസ്റ്റ് ഓഫ് ദ ടാഗ്സ് ഹാവ് ദെയർ കറസ്പോണ്ടിങ് ക്ലോസിങ് ടാഗ്സ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ടാഗ്സും സ്ലാഷ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം, ക്ലോസിങ് ടാഗ്സ് ചെയ്തിട്ടുണ്ടാവണം. ഹിയർ ടാഗ് നെയിം, റൈറ്റ് കണ്ടൻറ്റ് ഹിയർ, ദെൻ സ്ലാഷ് ടാഗ് നെയിം. അപ്പോൾ ആംഗിൾ ബ്രേസ് യൂസ് ചെയ്ത് ടാഗ് നെയിം വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ആൻഡ് കണ്ടൻറ്റ് നമ്മളവിടെ റൈറ്റ് ചെയ്യുന്നു. ദെൻ ക്ലോസ് ദ ടാഗ് നെയിം വെച്ച് സ്ലാഷ് ടാഗ് നെയിം കൊടുത്ത് ആ ടാഗ് ക്ലോസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. HTML tags normally comes in pairs like P and /P tag. P tag used for paragraph. HTML tags normally നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓപ്പൺ ബ്രേസ് വിത്ത് ഓപ്പൺ ബ്രാക്കറ്റ്സ് വിത്ത് ആംഗിൾ ബ്രേസ് വിത്ത് സ്ലാഷ്
ആംഗിൾ ബ്രാക്കറ്റ്സ് ആയിരിക്കും. അത് എല്ലാ മോസ്റ്റ് കോമൺ ടാഗ്സും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ദ ഫസ്റ്റ് ടാഗ് ഇൻ എ പെയർ ഈസ് ദ സ്റ്റാർട്ട് ടാഗ് ആൻഡ് ദ സെക്കൻഡ് ടാഗ് ഈസ് ദ എൻഡ് ടാഗ്. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടാഗാണ് സ്റ്റാർട്ട് ടാഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടാഗ് നമ്മൾ ക്ലോസിംഗ് ടാഗായിട്ട് യൂസ് ചെയ്യും. അതിന് എൻഡ് ടാഗ് എന്നാണ് പറയുക. ദ എൻഡ് ടാഗ് ഈസ് റിട്ടൺ ലൈക്ക് ദ സ്റ്റാർട്ട് ടാഗ് ബട്ട് വിത്ത് എ ഫോർവേഡ് സ്ലാഷ് ഇൻസേർട്ടഡ് ബിഫോർ ദ ടാഗ് നെയിം. എൻഡ് ടാഗിൻ്റെ ഡിഫറൻസ്, സ്റ്റാർട്ട് ടാഗുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് സ്ലാഷ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ടാഗ് നെയിം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്ലാഷ് ഇൻസേർട്ട് ചെയ്ത്, ഫോർവേഡ് സ്ലാഷ് ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കും എൻഡിങ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ടാഗ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും മസ്റ്റ് ഹാവ് ദെയർ കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗ്സ് ആൻഡ് end tag is written like a start tag but with a forward slash inserted before the tag name. Okay. Then the doc type declaration. നമുക്ക് doc type declaration എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് doc type declaration? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. doc type declaration represents the document type and helps browsers to display web pages correctly. It must appear only once at the top of the page before in HTML tags. ഇപ്പോൾ doc type declaration represent ചെയ്യുന്നത് it is a document type. document type ആണെന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ doc type declaration കൊടുക്കുന്നത്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ബ്രൗസേഴ്സ് ടു ഡിസ്പ്ലേ വെബ് പേജസ് കറക്റ്റ്ലി. വെബ് പേജസ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടും ഈ doc type declaration നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് മസ്റ്റ് അപ്പിയർ ഓൺലി വൺസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്. ഇറ്റ് മസ്റ്റ് അപ്പിയർ ഓൺലി വൺസ്. ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ഈ doc type declarations നമുക്ക് എഴുതാനായിട്ട് പാടുള്ളൂ. ദ doc type declaration ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് അല്ല. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലും അതുപോലെ സ്മോൾ ലെറ്ററിലും ഏത് ലെറ്ററിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നോട്ട് കേസ് സെൻസിറ്റീവ് ആണ്. ദ doc type declaration ഫോർ HTML ഈസ് doc type HTML. നമ്മൾ ആംഗിൾ ബ്രേസസ് ഓപ്പൺ ചെയ്തു, എന്നിട്ടൊരു എക്സ്ക്ലമേഷൻ മാർക്ക്, ദെൻ doc type HTML. നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം. കേസ് സെൻസിറ്റീവ് അല്ല. സോ ഏത് ആൽഫബറ്റ്സ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, ഡോക്യുമെൻറ്റ് ക്രിയേറ്റിംഗ് ഇൻ HTML. HTML യൂസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ HTML document? An HTML file can be created using any text editor. With the help of any text editor, we can use the HTML language easily. Notepad is such an editor and is part of the typical installation on Windows computers. നമ്മൾ ഫസ്റ്റിലേ തന്നെ പറഞ്ഞു, HTML എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. സോ വിത്തൗട്ട് എനി അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വി ഹാവ് ടു ഇംപ്ലിമെൻ്റ് ഓർ HTML പ്രോഗ്രാം. നമുക്ക് അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ടിപ്പിക്കൽ ഇൻസ്റ്റാളേഷൻ വഴി അല്ലെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തായാലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടാവും. ആ ടെക്സ്റ്റ് എഡിറ്റർ ലൈക്ക് നോട്ട് പാഡ് അതുപോലുള്ള ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് HTML ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം നോട്ട് പാഡ് ലൈക്ക് ഒരു എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ നീഡഡ് ടു ക്രിയേറ്റ് ഫസ്റ്റ് വെബ് പേജ് വിത്ത് നോട്ട് പാഡ് ഓർ ടെക്സ്റ്റ് എഡിറ്റർ. ഫസ്റ്റ് നമുക്ക് 2-3 സ്റ്റെപ്സ് 4 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ നോട്ട് പാഡ് ഇൻ PC. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. വിൻഡോസ് 8 ഓർ ലേറ്റർ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ദ സ്റ്റാർട്ട് സ്ക്രീൻ, ദ വിൻഡോ സിമ്പിൾ അറ്റ് ദ ബോട്ടം ലെഫ്റ്റ് ഓൺ യുവർ സ്ക്രീൻ. വിൻഡോസ് 8 അല്ലെങ്കിൽ അതുപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു വിൻഡോസ് സിമ്പിൾ ബോട്ടം ലെഫ്റ്റിൽ നമുക്ക് സ്ക്രീനിൽ കാണാം. അവിടെ നമുക്ക് വെറുതെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം നോട്ട് പാഡ്. ഇപ്പോൾ നോട്ട് പാഡിന്ന് ടൈപ്പ് ചെയ്താൽ നോട്ട് പാഡ് വിൻഡോ ഓപ്പൺ ആവും. ഓർ വിൻഡോസ് 7 ഓർ എയർലിയർ, നമുക്ക് വിൻഡോസ് 7 അതിന് എയർലിയർ ആയിട്ടുള്ള ഏതെങ്കിലും വേർഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഓപ്പൺ സ്റ്റാർട്ടിൽ ഓപ്പൺ ചെയ്യുക പ്രോഗ്രാംസ് ആക്സസറീസ്, ദെൻ യു ഹാവ് ടു സെലക്ട് നോട്ട് പാഡ്. നമുക്ക് സ്റ്റാർട്ടിൽ പ്രോഗ്രാംസിൽ ആക്സസറീസിൽ നമുക്ക് നോട്ട് പാഡ് സെലക്ട് ചെയ്യാം. ഓക്കെ. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റൈറ്റ് ഓർ HTML കോഡ്. നമ്മൾ HTML കോഡ് റൈറ്റ് ചെയ്യുന്നു. റൈറ്റ് ഓർ കോപ്പി ദ HTML കോഡ് ഇൻ ടു നോട്ട് പാഡ് ആസ് ഷോൺ ബിലോ. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഒരു ഹെഡിങ് മാത്രം പ്രിൻറ്റ് ചെയ്യാൻ, ഒരു ഹെഡിങ് വെച്ച് ഒരു പാരഗ്രാഫ് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവരി ലൈൻ സ്റ്റാർട്ട്സ് വിത്ത് ഡോക് ടൈപ്പ് HTML. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡോക് ടൈപ്പ് HTML എഴുതി. ദെൻ നെക്സ്റ്റ് വൺ HTML ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു. ദെൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ ഇപ്പോൾ ടൈറ്റിലൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ബോഡി ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു H1 ഹെഡിങ് ടാഗ് മൈ ഫസ്റ്റ് ഹെഡിങ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തു. ദെൻ ഇൻസൈഡ് ദ H1 ടാഗ് വി ഹാവ് ടു ഡിഫൈൻ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് നമ്മൾ റൈറ്റ് ചെയ്യാൻ കൊടുത്തു, മൈ ഫസ്റ്റ് പാരഗ്രാഫ്. ദെൻ ക്ലോസ് ദ പേ ടാഗ് ആൻഡ് ആഫ്റ്റർ ക്ലോസിങ് ദ പേ ടാഗ് വി ഹാവ് ടു ക്ലോസ് ദ ബോഡി ടാഗ് ആൻഡ് HTML ടാഗ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് അവർ HTML കോഡ്. ദെൻ സ്റ്റെപ്പ് 3, സേവ് ദ HTML പേജ്. നമ്മൾ ഈ പേജ് സേവ് ചെയ്യുക. സേവ് ചെയ്യേണ്ടത് സേവ് ദ ഫയൽ ഓൺ യുവർ കമ്പ്യൂട്ടർ, സെലക്ട് ഫയൽ, സേവ് ആസ് ഇൻ ദ നോട്ട് പാഡ് മെനു. നോട്ട് പാഡിൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ടേക്ക് ചെയ്യുക, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക, സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെയിം ദ ഫയൽ same.htm and set the encoding to UTF-8 which is the preferred encoding for HTML files. അവിടെ നമുക്ക് നെയിം ഓഫ് ദ ഫയൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് കാണും. അവിടെ നമ്മൾ സെയിം പ്രോഗ്രാമിന് ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സാമ്പിൾ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ sample.html അങ്ങനെ കൊടുക്കുക. കൊടുക്കുമ്പം സാമ്പിൾ എന്നുള്ളതാണ് പ്രോഗ്രാമിൻ്റെ നെയിമെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടത് .htm or .html അങ്ങനെ തന്നെ യൂസ് ചെയ്ത് നമ്മൾ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കുക. We can use either .htm or .html as file extension. There is no difference in it. അത് ഡിഫറൻസ് ഒന്നുമില്ല, നമുക്ക് .htm ആയാലും HTML ആയാലും സെയിം വർക്ക് ചെയ്യും. സോ വി ഹാവ് ടു സേവ് അവർ ഫയൽ വിത്ത് എക്സ്റ്റൻഷൻ .htm or HTML. Okay, and set the encoding to UTF-8 which is preferred encoding for HTML files. അതുപോലെ അവിടെ ഒരു കോഡ് സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് ജസ്റ്റ് സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടേഴ്സിൽ UTF-8 ആയിരിക്കും കിടക്കുക, എങ്കിലും അത് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ UTF-8 എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഓക്കെ, നൗ വി ഹാവ് ടു സേവ് അവർ HTML പേജ്. നമ്മളിപ്പോൾ നമ്മുടെ പേജ് സേവ് ചെയ്യാണ്. ഇപ്പോൾ ഫയൽ നെയിം .html, നമ്മുടെ പ്രോഗ്രാം നെയിം .html വെച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് വ്യൂ ദ HTML പേജ് ഇൻ ദ ബ്രൗസർ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണം. നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ്. ഓപ്പൺ ദ സേവ്ഡ് HTML ഫയൽ ഇൻ എ ഫേവറേറ്റ് ബ്രൗസർ, ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫയൽ ഓർ റൈറ്റ് ക്ലിക്ക് ആൻഡ് ചൂസ് ഓപ്പൺ വിത്ത്. നമുക്ക് ഈ ഫയൽ ഇപ്പോൾ നോട്ട് പാഡിൽ നമ്മൾ .html ആയിട്ട് സേവ് ചെയ്തപ്പം അത് ഡിസ്പ്ലേ വരുന്നത് നമ്മളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൻ്റെ ഒരു ഇമേജിലായിരിക്കും. ഒന്നെങ്കിൽ അത് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, ലൈക്ക് ഗൂഗിൾ ഒപ്പേറ, അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസേഴ്സിൻ്റെ ഫോമിലായിരിക്കും അത് കിടക്കുക. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അവർ ഫയൽ, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചൂസ് ഓപ്പൺ വിത്ത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല, അങ്ങനെ ഏതെങ്കിലും ബ്രൗസർ ചൂസ് ചെയ്യുക. നമ്മുടെ സിസ്റ്റത്തിലുള്ള ബ്രൗസർ ചൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ദ പർപ്പസ് ഓഫ് എ വെബ് ബ്രൗസർ ലൈക്ക് ക്രോം, IE, ഫയർഫോക്സ്, സഫാരി is to read HTML documents and display them. The browser does not display the HTML tags but uses them to determine how to display the document. ബ്രൗസർ ഡിസ്പ്ലേ ചെയ്യുന്ന HTML ടാഗ്സ് അല്ല, അത് ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിൻ്റെ റിസൾട്ട്, ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം വിൽ ബി ഡിസ്പ്ലേഡ് ത്രൂ ദീസ് ബ്രൗസേഴ്സ്. ഓക്കെ, ഇപ്പോൾ ബ്രൗസേഴ്സ് ഓപ്പൺ ചെയ്ത് അതിലായിരിക്കും നമ്മളുടെ റിസൾട്ട് കിട്ടുന്നത്. ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നോട്ട് പാഡിൽ എഴുതിയിരിക്കുന്ന ഒരു പേജ്, ഒരു പാരഗ്രാഫ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇൻസൈഡ് ദാറ്റ് പാരഗ്രാഫ് വി ഹാവ് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കണ്ടൻറ് ഓഫ് ദ പേജ്, ആ പേജ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഒരു പേജ് വരും, ആ പേജിൽ ഹെഡിങ് ആൻഡ് ദെൻ അവർ കണ്ടൻറ് ഓഫ് ദ പേജ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഹിയർ ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ യു ഹാവ് ടു ആൻസർ ദീസ് 2 questions. What is HTML? And second question is give 2 examples of HTML tags. Okay, thank you students.